അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ പ്രിയങ്കരനും ബഹുമാനനുമായ അധ്യക്ഷൻ, ഞങ്ങളുടെയൊക്കെ സ്നേഹമായ ഹുസൈൻ സാഹിബ് ഉൾപ്പെടെ വേദിയിൽ സമുന്നതരായ നേതാക്കന്മാർ ഒരുപാടുണ്ട്. എല്ലാവരും ഹൃദയത്തോളം സ്നേഹബന്ധമുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ പേരുകൾ ഇവിടെ പല പ്രാവശ്യം പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. അത്രയും സമയം കൂടി ലാഭിക്കാം എന്ന് കരുതിയിട്ടാണ്. ഏറെ ബഹുമാനരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വലിയ സന്തോഷം തോന്നുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പാതിരാവിൽ എണീറ്റ് നിൽക്കുമ്പോൾ. സംഘടനാ കാലയളവിൽ നിരവധി വൈവിധ്യമാർന്ന പരിപാടികളിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വല്ലാത്ത വികാരമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. KMCC എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ വളരെ മനോഹരമായ ഒരു അവയവമാണ്. ലീഗിനെ ഒരു ശരീരമായി പരിഗണിച്ചാൽ ആ ശരീരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും സൗന്ദര്യം നിറഞ്ഞതുമായ ഒരു ഭാഗമാണ് KMCC എന്ന് പറയുന്നത്. ആ KMCCയിൽ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പേരാണ് ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു വലിയ പദ്ധതിയുടെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രചരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട മക്ബൂൽ സാഹിബ് പറഞ്ഞതുപോലെ മാ എന്ന പേരിട്ടിട്ടുള്ള ഈ ഒരു പദ്ധതി ഒരുപക്ഷെ നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത്രമേൽ വലിയ തയ്യാറെടുപ്പോടുകൂടി മുന്നൊരുക്കത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു പരിപാടിയുമായി ചർച്ചകൾ വന്നപ്പോൾ ആ ചർച്ചയുടെ ഭാഗമാവാൻ പ്രിയപ്പെട്ട ദമാം KMCCയുടെ നേതാക്കന്മാർക്കും ഞങ്ങൾ അവരെയും ക്ഷണിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് അവർ ഞങ്ങളുടെ സംസാരത്തെ കേട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദമാം KMCC എന്ന് പറയുന്നത് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു വാക്കാണ് എന്നുള്ളത് ഞാൻ വെറുതെ നിങ്ങളുടെ ഒരു കയ്യടിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഉപഹാരം തന്നു, ആ ഉപഹാരത്തിനുള്ള ഒരു നന്ദി വാക്കായിട്ട് പറഞ്ഞു പോകുന്നതല്ല, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഞങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള വൈവിധ്യമാർന്ന വ്യത്യസ്തമായ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഇന്നോവേറ്റീവായിട്ടുള്ള, പെട്ടെന്ന് അസ്തമിച്ചു പോകാത്ത, വരാനിരിക്കുന്ന കാലത്തേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഞങ്ങൾ നടത്തിയതിലേറെയും. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരിപാടികളൊക്കെ തന്നെ, വലിയ ഭീമമായ സംഖ്യ വരുന്ന ഇത്തരം പരിപാടികളൊക്കെ തന്നെ വേണമെങ്കിൽ തെരുവിൽ ഇതിനേക്കാൾ വലിയ ആഘോഷത്തോടുകൂടി സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ വരാനിരിക്കുന്ന ഒരു കാലത്തെ കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കുറച്ച് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചത്. ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നത് മലപ്പുറത്തെ യൂത്ത് ലീഗിനൊരു കേന്ദ്രമുണ്ട്, അത് ഭാഷാ സമര സ്മാരകമാണ്. മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പേരല്ല ഭാഷാ സമര സ്മാരകം. പ്രിയപ്പെട്ട മജീദും റഹ്മാനും കുഞ്ഞിപ്പയും ചിന്തിയ ചോര, ആ ചോര വല്ലാത്ത ഒരു വികാരമാണ്. ആ 3 ചെറുപ്പക്കാരുടെ സ്മരണയിൽ മലപ്പുറത്തിൻ്റെ കുന്നിൻ ചെരുവിൽ മനോഹരമായ ഒരു സൗധം ഉയർന്നു വന്നപ്പോൾ ആ സൗധം വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടമായിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത
ഒരുപാട് ആളുകൾക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പേ തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ സാഹചര്യം കൊണ്ടായിരിക്കാം അവർക്ക് അത് പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കാതെ വന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയപ്പോൾ മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം നവീകരിച്ച് ആ നവീകരണത്തിന് ശേഷം ഇവിടെ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ ആലോചനയുടെയൊക്കെ ഭാഗമായി പ്രിയപ്പെട്ട ദമാം KMCCയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് KMCCയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, കൂട്ടത്തിൽ ദമാം KMCCയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മലപ്പുറത്ത് ഭാഷാ സമര സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് കേവലം ഒരു കോൺക്രീറ്റ് കെട്ടിടമായിട്ട് ഇങ്ങനെ നിൽക്കില്ല. ഇവിടെ പുതിയ ചിന്തകളുണ്ടാകും, പുതിയ ആശയങ്ങളുണ്ടാകും. ആ ആശയങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കും. ഇവിടെ നിന്ന് പുതിയ പദ്ധതികൾ ഉയർന്നു വരുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഭാഷാ സമര സ്മാരകത്തിൽ ഇന്ന് മനോഹരമായ ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപക്ഷെ ഇന്നത്തെ കാലത്തേക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല, ഒരുപാട് കാലത്തേക്കുള്ള ഒരു സംഗതിയാണ്. ഭൗതികമായ സന്നാഹം എന്ന് പറയുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ മനോഹരമായ പെയിന്റ് അടിച്ച് വലിയ ബലിഷ്ഠമായിരിക്കുന്ന കല്ലുകൾ കൊണ്ട്, സിമന്റുകൾ കൊണ്ട് ഒരു രമ്യഹർമ്മം പണിതുയർത്തിയാൽ ആ ബിൽഡിങ്ങിന് എന്താണ് ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് സംഭാവനയായി നൽകാൻ സാധിക്കുക? ഒന്നും നൽകാൻ സാധിക്കില്ല. ഒരു കെട്ടിടമായിട്ട് മാത്രം അങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ ആ കെട്ടിടത്തിന് മാത്രമായിട്ടൊന്നും നൽകാൻ സാധിക്കുകയില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ പെയിന്റ് പോകും, സൗന്ദര്യം പോകും, സിമന്റ് അടർന്നു വീഴും, ആ കെട്ടിടത്തിൻ്റെ ബലം ഇല്ലാതായിക്കൊണ്ടിരിക്കും. പക്ഷെ ആ കെട്ടിടത്തിന് അകത്ത് മനോഹരമായ ചിന്തകൾ ഉണ്ടാവുമ്പോൾ, ആ കെട്ടിടത്തിനകത്ത് മനോഹരമായിരിക്കുന്ന ആ ചിന്തകൾക്ക് കരുത്ത് പകരാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഗതിയാണ്. മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം കണ്ടിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. കാണാത്ത ആളുകൾ നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾ ഭാഷാ സമര സ്മാരകം കാണണമെന്ന് ഞാൻ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അവിടെ സീതി സാഹിബിൻ്റെ പേരിൽ ഒരു ലൈബ്രറി ഉണ്ട്. സീതി സാഹിബിൻ്റെ പേരിലുള്ള ലൈബ്രറി ഏകദേശം 10 ലക്ഷം രൂപയോളം ആ ലൈബ്രറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഞങ്ങളതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുമായി സംസാരിച്ചപ്പോൾ അതിലേക്ക് പുസ്തകം വേണം. ലൈബ്രറി ആകുമ്പോൾ പുസ്തകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര ആളുകൾക്കാണ് ആ പുസ്തകങ്ങൾ ഉപകാരപ്പെടുക? ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ ആ താല്പര്യം പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബിൻ്റെയും ജൗഹർ സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള ദമാം KMCCയുടെ ജില്ലാ കമ്മിറ്റിയോട് പറഞ്ഞപ്പോൾ അവർക്ക് മറുത്തൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. 6 ലക്ഷം രൂപ ആ ലൈബ്രറിയുടെ പുസ്തകം വാങ്ങാൻ വേണ്ടി ദമാം KMCC സംഭാവന ചെയ്തു എന്നറിയുമ്പോൾ നമുക്കറിയാം, സംഭാവനകൾ കൊടുക്കുന്നത് പലതരത്തിലാണ്. ആദരത്തിന് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകളുണ്ട്, ആദർശത്തിന് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകളുണ്ട്, പെരുമയ്ക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഓരോ ഉദ്ദേശങ്ങളും ഏത് രൂപത്തിലാണോ ആ ഉദ്ദേശത്തിൻ്റെ വൈശിഷ്ട്യമാണ് ആ പ്രവൃത്തിയുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ദമാം KMCC ആദർശ ചിന്തയോടുകൂടി മലപ്പുറത്തെ ജില്ലാ യൂത്ത് ലീഗിൻ്റെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകത്തിലെ ആ ലൈബ്രറി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം ഇന്ന് മനോഹരമായ ഒരു മരമാണ്, ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷത്തിലേക്ക് ആരൊക്കെയാണ് അതിഥികളായി വരാറുള്ളത്? വിവിധ തരം പക്ഷികൾ വരാറുണ്ട്. മനോഹരമായ ഫലങ്ങളുള്ള, നല്ല പുഷ്പങ്ങളുള്ള ഒരു മരത്തിലേക്ക് അതിഥികളായി വിവിധ തരത്തിലുള്ള പക്ഷികൾ കടന്നു വരുന്നത് പോലെ മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം എന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആ വടവൃക്ഷത്തിലേക്ക് ഇന്ന്
എത്രയെത്ര പക്ഷികളാണ് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിനകത്ത് നിന്ന് സമുദായത്തിന് പുറത്തു നിന്ന് മലപ്പുറത്തെ ഭാഷാ സമര സ്മാരകം ഇന്ന് മുഴുവൻ സമയം പ്രവർത്തന നിരതമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളാണ് ഞങ്ങളുടെ കൂടെ ആ ഒരു സൗന്ദര്യം, ആ മരത്തിന് ഇത്രമേൽ വലിയ ബലം നൽകാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ യാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ മ ഉണ്ടല്ലോ, പ്രിയപ്പെട്ട മക്ബൂൽ സാഹിബ് പറഞ്ഞു മ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയത്? മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളെ, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ സ്നേഹത്തെ, മലപ്പുറത്തിൻ്റെ പൈതൃകത്തെ, മലപ്പുറത്തിൻ്റെ സാംസ്കാരിക മുഖത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്താൻ യൂത്ത് ലീഗ് എന്തിനാണ് തുനിഞ്ഞിറങ്ങിയത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ചില ആളുകൾക്ക് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കുകയാണ്. അത് അഭിമാനം കൊണ്ടല്ല, എന്തൊക്കെയോ അസഹിഷ്ണുത കൊണ്ട് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചോര തിളക്കുകയാണ്. നമുക്ക് ചോര തിളക്കുകയല്ല, നമ്മുടെ മനസ്സ് അഭിമാനം കൊണ്ട് പുളകിതമാവുകയാണ്. മലപ്പുറം നമ്മളുണ്ടാക്കിയതാണ്. നമ്മളുണ്ടാക്കിയ മലപ്പുറത്തെ ഇങ്ങനെ വികൃതമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഈ മണ്ണിനെ ഞങ്ങൾ വിട്ടുതരില്ല എന്നുള്ള പ്രഖ്യാപനമാണ് മാ എന്ന് പറയുന്നത്. സ്നേഹം വല്ലാത്തൊരു വികാരമാണ്. ദമാമിൽ ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് KMCCയുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ തുളഞ്ഞു കയറുന്ന തണുപ്പാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഈ തണുപ്പ് കാലത്ത് എത്ര മനോഹരമായ പുഷ്പങ്ങൾ വിടരുന്നുണ്ട്. പുഷ്പങ്ങൾ വിടരാൻ ഓരോ കാലത്തിനും ഋതുക്കൾക്കനുസരിച്ച് പുഷ്പങ്ങൾ, വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ വിടർന്നുകൊണ്ടേയിരിക്കും. സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ, സൗന്ദര്യമില്ലാത്ത പുഷ്പങ്ങൾ, മണമുള്ള പുഷ്പങ്ങൾ, മണമില്ലാത്ത പുഷ്പങ്ങൾ വിടർന്നുകൊണ്ടേയിരിക്കും. ചില കാലത്ത് പുഷ്പങ്ങൾ ഉണ്ടാവുകയേയില്ല, ചില കാലത്ത് പുഷ്പങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഋതുഭേദമില്ലാതെ, കാലാവസ്ഥയില്ലാതെ വിടരുന്ന ഒരു പുഷ്പമുണ്ട് എങ്കിൽ ആ പുഷ്പത്തിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ റോഡ് വക്കിലുള്ള മനോഹരമായിരിക്കുന്ന നിർമ്മിതികൾ ഒരുപക്ഷെ വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടിലെത്തുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇരുട്ട് എന്തിനെയൊക്കെ മറച്ചാലും ഇരുട്ടിന് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, അത് സ്നേഹമാണ്. ഇവിടെ സംഘപരിവാർ ശക്തികൾ, ആ സംഘപരിവാർ ശക്തികൾക്കൊപ്പം നിൽക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശക്തികൾ മലപ്പുറം എന്ന നമ്മുടെ അഭിമാന പ്രദേശത്തെ അപരവൽക്കരിക്കാൻ വേണ്ടി, മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളെ, മലപ്പുറത്തിൻ്റെ സാംസ്കാരിക പ്രതലത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അതിനൊന്നും മലപ്പുറത്തിൻ്റെ സ്നേഹത്തെ നശിപ്പിക്കാൻ സംഘപരിവാറിൻ്റെ ഇരുട്ടിൻ്റെ വർത്തമാനം കൊണ്ട് കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ പദ്ധതിയുമായി ദമാം KMCCയെ സമീപിച്ചു. സാമ്പത്തികമായിട്ടുള്ള പിൻബലമാണ് ആവശ്യം. വലിയ സംഖ്യ ചെലവ് വരുന്ന പദ്ധതിയാണ്. എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഞങ്ങളോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സംഖ്യ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, കാരണം വലിയ ബഡ്ജറ്റാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ കൂടി പരിഗണിക്കണമല്ലോ, ഞങ്ങൾ നിങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സംഖ്യ പറഞ്ഞു. അൽഹംദുലില്ലാ, ഞങ്ങൾ നിരാശപ്പെടുത്തിയില്ല. ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ ആ ചേർത്തു നിർത്തലാണ്.
എനിക്ക് വലിയ അഭിമാനമുണ്ട് ദമാം KMCCയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ പ്രവർത്തനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നു. ഏതാണ് സമ്പത്തെന്നറിയുമോ? KMCC എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളെ, സ്വന്തം പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അന്യൻ്റെ പ്രയാസങ്ങളെ കൂടെ കൂട്ടുന്ന ആളുകളാണ് KMCCയുടെ പ്രവാസി സഹോദരന്മാർ. നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാനുണ്ടാകും. ആ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ വേണ്ടി നാട്ടുകാർ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് പ്രവാസികളെയാണ്. നാട്ടിലൊരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാനുണ്ടാകും. മുസ്ലിം ലീഗിൻ്റെ ബൈത്തുറമ പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. അവർ യോഗം കൂടുമ്പോൾ അവിടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നാട്ടിലെ ഏതെങ്കിലും വലിയ മുതലാളിയുടെ പേരല്ല. അവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് KMCC എന്ന് പറയുന്ന പേരാണ്. ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറയാണ് ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ വട്ടം കൂടുകയാണ്. വട്ടം കൂടിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? എല്ലാവരും സാമ്പത്തികമായി വലിയ പിൻബലമുള്ള ആളുകളാണോ? അല്ലല്ലോ. ഗൾഫിൻ്റെ പളവളപ്പൊക്കെ പോയില്ലേ? പക്ഷെ നിങ്ങളിവിടെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരുപക്ഷെ നാട്ടിൽ പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുന്ന KMCCയുടെ പ്രവർത്തകൻ നാട്ടിൽ താമസിക്കുന്നത് വാടക വീട്ടിലായിരിക്കും. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാനുണ്ട്. ആ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ ഒരു തരി പൊന്ന് വേണം, നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ച് KMCCയുടെ പ്രവർത്തകന്മാരെ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ഭാര്യയുടെ കെട്ടുതാലി ബാങ്കിൽ പണയം വെച്ച് തിരിച്ചെടുക്കാൻ കഴിയാതെ ലേലത്തിൽ പോയ പാവപ്പെട്ട പ്രവാസി സഹോദരനോടാണ് വിളിച്ചിട്ട് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാനുണ്ട്, കുറച്ച് പൈസ ഉണ്ടാക്കി തരണമെന്ന്. എൻ്റെ ജീവന്റെ പാതിയായ പെണ്ണിൻ്റെ കെട്ടുതാലി ബാങ്കിൽ പണയത്തിലാണല്ലോ, ഞാനതൊന്നെടുത്തോട്ടെ എന്ന് ഏതെങ്കിലും KMCCയുടെ പ്രവർത്തകൻ പറഞ്ഞോ? ഇല്ലല്ലോ. പാവപ്പെട്ട നാട്ടിലെ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി അവളെയൊന്ന് പന്തലിലേക്ക് മംഗല്യപ്പെണ്ണാക്കി ഇറക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സംഭാവനകൾ അർപ്പിച്ച ആളുകളാണ്. വല്ലാത്ത ധന്യമായ ജീവിതമാണ് നിങ്ങളുടേത്, KMCCയുടേത്. ഞാൻ വലിയ അഭിമാനത്തോടും അതിലേറെ അത്ഭുതത്തോടും കൂടി നോക്കിക്കാണുന്ന ഒരു പോഷക വിഭാഗമാണ് KMCC എന്ന് പറയുന്നത്. അല്ലെങ്കിലും പ്രിയമുള്ളവരെ, ഇതൊക്കെയുള്ളൂ. നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ജീവിതകാലം കൊണ്ട് എത്ര ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു? നമുക്ക് എത്ര ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു? നമ്മുടെ ജീവിതകാലം കൊണ്ട് നമുക്ക് എത്ര ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു? ഇവിടെ പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബിൻ്റെയും പ്രിയപ്പെട്ട ജൗഹർ സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള നിങ്ങളുടെ ഈ കൂട്ടായ്മ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാഷാ സമര സ്മാരകത്തിൽ ലൈബ്രറി ഏറ്റെടുക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക പ്രതലത്തെ പിച്ച് ചീന്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം സംഘപരിവാർ ശക്തികൾ നടത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ സ്വർണ്ണ കോയിൻ ചലഞ്ച് നടത്തുമ്പോൾ നിങ്ങളുടെ സമ്പത്തും സമയവും നിങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സാർത്ഥമാവുകയാണ്. എത്ര കാലമാണ് നമ്മളൊക്കെ ജീവിക്കുക? എത്ര കാലമാണ് നമുക്കിങ്ങനെ ഒരു ആയുസ്സുള്ളത്? വിശ്വാസം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നിന്റെ കാലിലുള്ള ചെരുപ്പിന്റെ വാറ് എത്രമേൽ നിന്റെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നുവോ അതിനേക്കാൾ മരണം നിന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു എന്ന് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുകയാണ്. സമയം വല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ സമയം പോയി. മരിച്ചവന് ഈ ലോകത്ത് സമയമില്ല, അവൻ്റെ ആയുസ് കഴിഞ്ഞു പോയി. എത്ര ആളുകൾ ജീവച്ഛവുമായി വീടുകളിൽ കിടക്കുന്നു. ഒന്നെണീറ്റ് നിൽക്കാൻ, മൂത്രമൊഴിക്കാൻ, ഒന്ന് ബാത്റൂമിൽ പോകാൻ പരസഹായമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ സമയമാണ്. നമ്മുടെ കൈവശമുള്ള ഈ സമയമുണ്ടല്ലോ, നമ്മുടെ കൈവശമുള്ള ഈ ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യവും സമയവും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ നമുക്ക് എത്ര ആളുകളെ സ്വാധീനിക്കാൻ കഴിയും? എത്ര ആളുകൾ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നമ്മളെ ഉൾപ്പെടുത്തും? ഇന്നലെ ഞാൻ പെരിന്തൽമണ്ണ മണ്ഡലം KMCCയുടെ പരിപാടിയിൽ ചെല്ലുമ്പോൾ അവിടെ CH സെന്ററിന് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ പ്രവർത്തകന്മാർ. എത്ര ആളുകളുടെ പ്രാർത്ഥനയാണ്
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഏത് സമയത്തും നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ ഈ ലോകത്തെ ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ട്. റോബിൻ ശർമ്മ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് അദ്ദേഹം തലക്കെട്ടായി കൊടുത്തത്, പേരായി കൊടുത്തത് ഒരു ചോദ്യമാണ്. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നീ മരിക്കുമ്പോൾ ആര് കരയും? ഞാൻ മരിച്ചാൽ ആര് കരയും? എൻ്റെ ജീവിതകാലത്ത് ഞാൻ ആരെയെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സുകൊണ്ടൊന്ന് തേങ്ങും. നമ്മുടെ വീട്ടിലെ ഭാര്യ, നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ അവർ ഹൃദയം പൊട്ടിക്കരയണമെങ്കിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒന്ന് വെങ്ങിപ്പൊട്ടാൻ അവരുടെ മനസ്സ് ആഗ്രഹിക്കണമെങ്കിൽ അവരുടെ വേദനയുടെ കൂടെ, അവൻ്റെ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ ഈ അടുത്ത് വല്ലാത്തൊരു മരണവാർത്ത കേട്ടു. നമ്മൾ എത്ര മരണവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായ മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള എൻ്റെ ആത്മാർത്ഥമായൊരു സുഹൃത്തായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ജുമ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയതാണ്. എത്ര സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് പോയത്. ഭാര്യയോട് വർത്തമാനം പറഞ്ഞ്, മക്കളോട് വർത്തമാനം പറഞ്ഞ് പോയ മനുഷ്യൻ, ഭാര്യ വീട്ടിൽ ചോറ് വെച്ച് ഭർത്താവിന് വേണ്ടി അത് ജുമ കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയ കുട്ടികളുണ്ട്, കുട്ടികൾ കാത്തിരിക്കുകയാണ്. ബാപ്പ വരുമ്പോൾ മിഠായി കൊണ്ടുവരും. ആ മിഠായി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെറിയ കുട്ടികൾ. ബാപ്പ വരുന്ന സമയത്ത്, പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബാപ്പ എത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് പോയ ബാപ്പ ഒറ്റക്കല്ല വരുന്നത്, ഒരു ചെറിയ ആൾക്കൂട്ടമാണ് വരുന്നത്. നടന്നു പോയ ബാപ്പയല്ല വരുന്നത്, 4-5 ആളുകളുടെ തോളിൽ കിടന്നിട്ട് വരുന്ന ബാപ്പയെയാണ് കാണാൻ സാധിച്ചത്. സാധാരണ ബാപ്പ വന്നാൽ വീട്ടിലേക്ക് നടന്നു കയറി അവിടെ വിശ്രമിക്കാറുള്ള ബെഡുണ്ട്. ആ ബെഡിലേക്കല്ല ബാപ്പ പോകുന്നത്. ആർക്കും വേണ്ടാതെ വീടിൻ്റെ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു 4 കാലുള്ള ബെഞ്ചെടുത്ത് വെക്കുന്നു നാട്ടുകാർ. ആ ബെഞ്ചിലേക്ക് ബാപ്പയെ പിടിച്ച് കിടത്തുകയാണ്. എത്ര മണിക്കൂർ സമയമാണുള്ളത്? 6 മണിക്കൂർ, 8 മണിക്കൂർ. അതിനപ്പുറം വെക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അവസാനത്തെ യാത്ര പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? 6 മണ്ണിലേക്കാണ്, മൈലാഞ്ചി ചെടിയുടെ ചോട്ടിലേക്കാണ്. ഇനി ഈ ലോകത്തൊരു ജീവിതമില്ല. സ്നേഹം തോന്നുമ്പോൾ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ഉമ്മ വെക്കാൻ ഇനി ഭാര്യയോടടുത്ത ഭർത്താവില്ല. മിഠായി പ്രതീക്ഷിച്ച് കാത്തു കഴിയുന്ന പൊന്നു മക്കളെ കാണാൻ, ആ മക്കൾക്ക് മുത്തം കൊടുക്കാൻ ഇനി ബാപ്പയില്ല. നിങ്ങൾ നോക്കൂ, ഇതല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൈവശമുള്ള ആ ആയുസ്, നമ്മുടെ കൈവശമുള്ള ആ ഒരു ആരോഗ്യം, അത് ഏതിനൊക്കെ വേണ്ടി ഏതൊക്കെ വഴിയിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ പടച്ച റബ്ബും ചോദിക്കും, ഞാൻ നിനക്ക് ആരോഗ്യം തന്നിരുന്നില്ലേ, ഞാൻ നിനക്ക് ആയുസ് തന്നിരുന്നില്ലേ, അതൊക്കെ നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കും. സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കിയാൽ, ഉപകാരപ്പെടുന്ന പദ്ധതികളിലേക്ക് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വഴികളെ നമ്മൾ മാറ്റിയെടുത്താൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതകാലം അടയാളപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിവിടെ ഈ പ്രവാസ ലോകത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ആളുകളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളത് വളരെ ഭംഗിയായി ചെയ്യുകയാണ്. ദമാം KMCC ആ യാത്ര ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഒന്നിച്ച് ആ ഒരു യാത്ര നടത്തുകയാണ്. ദമാം KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഒരു തർക്കവുമില്ല. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകൾക്കിടയിൽ നേരിൻ്റെ, ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര നമുക്ക് ഇനിയുള്ള കാലമെന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യം തന്നെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു ഐഡിയോളജിയുടെ പുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. മറ്റുള്ളവരെ പോലെയല്ല. നമുക്ക് പ്രാക്ടിക്കൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആശയങ്ങളോ അല്ല നമുക്കുള്ളത്. ഒരു വലിയ ഐഡിയോളജിയുടെ പുറത്ത് വർത്തമാനകാലത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തെ, സാംസ്കാരിക പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ ബാധ്യതയുള്ള കാര്യമാണ്. ആ കാലത്താണ് ഇന്നിൻ്റെ യൂത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളുമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ആ പദ്ധതി കുറേയൊക്കെ റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന വലിയ പദ്ധതി ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ മലപ്പുറത്ത് നടക്കുമ്പോൾ നിങ്ങളിൽ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ആ പിന്തുണയ്ക്ക് പരമാവധി റിസൾട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ വേറെയും 2 പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളും നാളെ ഹോളിഡേ ആണെങ്കിൽ പോലും സമയത്തിൻ്റെ ഒക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതിനപ്പുറം വല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല. നമുക്കൊക്കെ നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാം. പരമാവധി നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാം. പരസ്പര സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും ഒരുപാട് എതിരാളികളെയും ഒരുപാട് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം വർത്തമാനകാലത്ത് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ വിവാദങ്ങളിലൂടെ നമ്മുടെ സാമൂഹ്യ പരിസരത്തെ മലീമസമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ, ഇങ്ങനെ ഉൽപാദനക്ഷമതയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ വലിയ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങളെയൊക്കെ മുക്തകണ്ഠം അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ആ മനസ്സിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായി ഇങ്ങനെ ഒരു വേദി ഇവിടെ തയ്യാറാക്കിയ ദമാം KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.